ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കഴിക്കുന്ന ഭക്ഷണമൊന്നുമല്ലേ, ഇന്ന് ഇച്ചിരി എണ്ണയാണ്. നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയുണ്ടല്ലോ, വീട്ടിൽ എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ എന്തൊക്കെ കൂട്ടുകളാണ് ചേർക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് എണ്ണ തയ്യാറാക്കാൻ വേണ്ടി ഒരു 50 ഗ്രാം കരിഞ്ജീരകമാണ് ഇത് നമുക്ക് മിക്സിയിൽ ആദ്യം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് കറ്റാർ വാഴയാണ്, അലവേര എന്നും പറയും. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ തോല് കളയണമെന്ന് നിർബന്ധമില്ല, നമുക്ക് കുറച്ച് കളയാം. ഇതിൻ്റെ ഈ മേലെയുള്ള തൊലിയുണ്ടല്ലോ, അതൊന്ന് കളഞ്ഞ് നമ്മൾ ആ ജെല്ല് മാത്രം എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അങ്ങനെ കളയാൻ പറ്റിയാൽ അത് കളയുക. എന്നിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്യുക. നമ്മുടെ കറ്റാർ വാഴ മുഴുവനും ഇതുപോലെ നമുക്ക് തോല് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 2 ലിറ്റർ എണ്ണയ്ക്കുള്ള കൂട്ടുകളാണ് തയ്യാറാക്കുന്നത്. ഒരു 4-5 വാഴപ്പോളയുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് അലവേര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇതൊരു 5 നെല്ലിക്കയാണ്. ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഈ 2 ലിറ്റർ എണ്ണയ്ക്കാണ് ഇത്രയും തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് എണ്ണയാണെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതിയേ. ഇനി ഒരു പിടി കറിവേപ്പിലയാണ്, തണ്ട് ഒഴിവാക്കി ഇല മാത്രം ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ നെല്ലിക്ക നമുക്ക് പച്ചനെല്ലിക്ക കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നെല്ലിക്ക പൊടിയാണെങ്കിലും എണ്ണ കാച്ചാൻ എടുക്കാം. ഇത് കുറച്ച് കീഴാർ നെല്ലിയാണ്. ഇതിപ്പം നമുക്കൊരു കൈപ്പിടി അളവിനാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ എത്ര എടുത്താലും നല്ലൊരു മരുന്നുമാണ് കീഴാർ നെല്ലി. അപ്പോൾ അതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഞാൻ തണ്ട് ഒഴിവാക്കിയിട്ട് ഇലയാണ് ഇടുന്നത്. ഇത് കുറച്ച് തുളസിയില, ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പൂവാങ്കുറുന്നില, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത്, നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. നമ്മൾ എണ്ണ തയ്യാറാക്കാൻ ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കണേ. എന്നിട്ട് ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ഇതിൽ കഞ്ഞുണ്ണിയും കൂടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടെ അരയ്ക്കണം. എനിക്ക് വെയിലൊക്കെ ആയതുകൊണ്ട് കിട്ടിയിട്ടില്ല. ഇതിലേക്ക് നമ്മൾ മിക്സി കഴുകി ഒഴിക്കാനൊന്നും പാടില്ല, വെള്ളത്തിൻ്റെ അംശം പോലും തൊടല്. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന കരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുക. 50 ഗ്രാം മൈലാഞ്ചിപ്പൊടി, മൈലാഞ്ചിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ അത് അരച്ചാൽ മതി. 50 ഗ്രാം നീലയമരിപ്പൊടി, ഇതും നീലയമരിയുടെ ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താൽ മതി. നമുക്കിവിടെ അതൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പൊടി ചേർക്കുന്നത്. ഇനി നമുക്ക് ആദ്യമേ ഈ കൂട്ടുകളെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് നമ്മുടെ എണ്ണയുണ്ടല്ലോ, എണ്ണ കുറച്ച് ഒഴിച്ചു, മുഴുവൻ എണ്ണ ഒഴിക്കണ്ട, ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കണം. നമ്മളിപ്പോൾ ഗ്യാസിലല്ല വെച്ചിരിക്കുന്നത്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓണാക്കാം. ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇത് കൈയെടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം, കുറേ സമയമാകും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അടിയിലൊന്നും പിടിക്കാൻ പാടില്ല, തീ കൂട്ടിയിടാനും പാടില്ല. നമ്മുടെ എണ്ണ ഈ ഒരു പരുവാകുമ്പോൾ നല്ലൊരു മണം വരും. അപ്പം നമ്മളിതെടുത്ത് കൈ കൊണ്ടെടുത്ത് ആ പൊടി ഇങ്ങനെ ഒന്ന് തിരുമ്മി നോക്കുകയാണെന്നുണ്ടല്ലോ, നല്ല പൊടിയായിട്ട് പൊടിഞ്ഞു വരും. അപ്പം നമുക്ക് ബാക്കി ഇരിക്കുന്ന വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പഴയ പോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കാം. ഈ പതയൊക്കെ മാറണം, അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ എണ്ണ ഇവിടെ ആവാനായിട്ടുണ്ട്. ഇത് കണ്ട, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് ആ പതയൊക്കെ അങ്ങ് മാറി. ഇനി നമുക്ക് അതിൽ കിടക്കുന്ന ചെമ്പരത്തിപ്പൂ എടുത്ത് ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കിയാൽ നന്നായിട്ട് പൊടിയുകയാണെങ്കിൽ എണ്ണ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് എണ്ണ മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ അരിക്കണം. അരിച്ച് വേഗം തന്നെ അത് മാറ്റി വെക്കണം, അതല്ലെങ്കിൽ മൊത്തം വിസിഡായി പോകും, നമുക്ക് എണ്ണ അധികം കിട്ടില്ല.
അതിന് വേണ്ടിയാണ് നമ്മൾ ചൂടോടെ തന്നെ അരിക്കുന്നത്. ഒരു 2 ലിറ്റർ എണ്ണ നമ്മളിതുപോലെ കാച്ചുമ്പോൾ ഒരു 1.5-1.25 ലിറ്ററോളം നമുക്ക് എണ്ണ കിട്ടും. എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഈ എണ്ണ നമ്മൾ തരിച്ച് വെക്കുമ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം ഒരു കുപ്പിയിലെടുക്കുക, ബാക്കി വേറൊരു കുപ്പിയിലാക്കി അടച്ച് വയ്ക്കണം. നനവ് തട്ടരുത്.